എങ്കിലും എൻ്റെ ഒരു വോയിസിന്റെ ഒരു മോഡുലേഷനും വോയിസിന്റെ ഒരു കട്ടിയൊക്കെ വെച്ചിട്ട് ഒരു കർണാട്ടിക് പാടുന്ന ഒരാളുടെ വോയിസ് ആണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുടുംബത്തിൽ ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ഒരു കല കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ബ്രഹ്മേന്ദ്ര പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് സാർ ഇരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ പ്രോഗ്രാം കാണണമെങ്കിൽ അവരുടെ വസതിയിൽ വെച്ചിട്ടാണല്ലോ. അപ്പൊ അന്ന് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി പോകണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെയായിരുന്നു കേരളത്തിൽ നിന്ന് കർണാടക സംഗീതത്തിന് സെലക്ട് ചെയ്തത്. അപ്പോൾ ഒരു തവണ പാടി, അപ്പോൾ അദ്ദേഹം നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന് വരച്ചൊരു പെയിന്റിംഗ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഈ സെയിം പ്രോഗ്രാം നമുക്ക് ഒന്നുകൂടെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ. നമസ്കാരം. കുറച്ച് ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തി നിങ്ങളുടെ പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിലേക്ക്. നമ്മുടെ വളരെയധികം പ്രതിഭ ആയിട്ടുള്ളൊരു അതിഥിയാണ്. കൺമണി എന്നാണ് പേര്. വളരെയധികം ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ വഴി തനി വഴി എന്ന് ചിന്തിച്ച് കർണാടക സംഗീതത്തിൽ തന്നെ വളരെയധികം കച്ചേരികൾ ചെയ്ത്, മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ചിത്രരചനയും ചെയ്യുന്ന നമ്മുടെ സ്നേഹമുള്ള കലാകാരി, ബഹുമാന്യ കലാകാരി കൺമണി ആണ് നമ്മുടെ അതിഥി. നമസ്കാരം. കൺമണി, വളരെ സന്തോഷം. കൺമണി നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഒരു ഇന്റർവ്യൂ തന്നതിൽ ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സംഗീതത്തെ ആദ്യം മുതൽ എത്ര വയസ്സ് മുതലാണ് നമ്മുടെ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത്? ഞാനൊരു UKG ആ ക്ലാസ് മുതലാണ് സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. ആദ്യം പ്രിയംവദ എന്ന ടീച്ചറായിരുന്നു. ടീച്ചറുടെ സ്വാതിരുനാൾ മ്യൂസിക് കോളേജിൽ നിന്നും ഗാനപ്രവീണ പാസ്സായ ടീച്ചറായിരുന്നു. ടീച്ചർ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു മ്യൂസിക് ക്ലാസ് പോലെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കഴിവുണ്ട് അങ്ങനെ വിചാരിച്ചിട്ടല്ല, ജസ്റ്റ് എൻ്റെ ഒരു അമ്മയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ആദ്യമായിട്ട് മ്യൂസിക്കിൽ ചേർത്തത്. പിന്നെ എൻ്റെ അരങ്ങേറ്റം വരെ ടീച്ചറാണ് പഠിപ്പിച്ചത്. പനച്ചിക്കാടും ദക്ഷിണ മൂകാംബിക വെച്ചായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അതിനുശേഷം പിന്നെ വീണാചന്ദ്രൻ എന്ന് പറഞ്ഞ ടീച്ചറായിരുന്നു. ടീച്ചർ മദ്രാസ് യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്. ടീച്ചർ ആണ് പിന്നെ കുറച്ചുകൂടെ പഠിപ്പിച്ചത്. കുറച്ച് രാഗ മനോധർമ്മ സംഗീതമൊക്കെ കുറച്ചുകൂടി ടീച്ചർ പഠിപ്പിച്ചു. പിന്നെയാണ് വർക്കല CS ജയറാം സാറിൻ്റെ ഒക്കെ പഠിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചത്. സാറിൻ്റെ ഒക്കെ ഒരു 6-7 വർഷം സാറിൻ്റെ ഒക്കെ പഠിച്ചു. അതിനുശേഷം ഇവിടെ തിരുവനന്തപുരം ശ്രീ സ്വാതിരുനാൾ മ്യൂസിക് കോളേജിലേക്ക് പഠിക്കാൻ വന്ന സമയത്താണ് നെടുകുന്നം ശ്രീദേവ് സാറിൻ്റെ ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ സാറിൻ്റെ ഒക്കെയാണ് പഠിക്കുന്നത്. അല്ല, നമുക്ക് ഈ പാരമ്പര്യമായിട്ട് ഞാൻ ചോദിക്കാൻ കാരണം, വീട്ടിൽ ആർക്കെങ്കിലും സംഗീതപരമായിട്ട് എന്തെങ്കിലും ഒരു ജ്ഞാനം അല്ലെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു? മാത്രമല്ല, ജനിച്ചത് മാവേലിക്കരയാണെന്നറിയാം. അപ്പം മാവേലിക്കര ഒരു സംഗീതത്തിന്റെ കേന്ദ്രമാണ്. അപ്പം അച്ഛനോ അമ്മയ്ക്കോ ആയിട്ട് സംഗീതം, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുമായിട്ട് സംഗീതമായിട്ട് ബന്ധമുണ്ടോ എന്ന് പറയാം? എൻ്റെ കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഒരു സംഗീതത്തിനോടായാലും ഒരു കലാപരമായിട്ടുള്ള ഒരു കഴിവും ഇല്ല. എല്ലാവരും ഗവൺമെന്റ് ജോലി അങ്ങനത്തെ ഒരു ജോബിലേക്ക് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും. ആരും തന്നെ ഒരു കലാകാരി അല്ലെ കലാകാരൻ എന്ന് പറയത്തക്ക രീതിയിൽ ആരും തന്നെ ഇല്ല. അപ്പൊ എൻ്റെ കുടുംബത്തിൽ ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ഒരു കല കൈകാര്യം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. ബാക്കിൽ നിന്നൊരു
ഇല്ല. അപ്പോൾ വീട്ടിലാരും തന്നെ അങ്ങനെ ഒരു കലാകുടുംബമല്ല. കാരണം ഈശ്വരന്റെ അനുഗ്രഹവും ഈശ്വര സാന്നിധ്യവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സംഗീതം വരൂ. അത് കൺമണിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഈ കർണാടക സംഗീതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഒരുപാട് കച്ചേരി ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലേ, എത്രത്തോളം സ്റ്റേജുകളായി കച്ചേരി? ഞാന് ആദ്യം അരങ്ങേറ്റം നടത്തിയത് ദക്ഷിണ മൂകാംബികയിലാന്ന് പറഞ്ഞല്ലോ സാറിനോട്. അപ്പൊ അതിനുശേഷം എൻ്റെ വീടിനടുത്തുള്ള ഒരാള് എൻ്റെ ഈ അരങ്ങേറ്റം കേട്ടിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുടുംബക്ഷേത്രത്തില് ഫസ്റ്റ് എനിക്കൊരു കച്ചേരി പോലെ വന്ന് പാടണം എന്ന് പറയുകയാണ്. അന്നേരമാണ് ഞാൻ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ ഒരു കച്ചേരി എന്നുള്ള മോഡലിൽ ചെയ്യുന്നത്. അതിനുശേഷം ദൈവം സഹായിച്ച് നിറയെ കച്ചേരി ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 300ഓളം കച്ചേരി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ലിസ്റ്റ് എടുത്തിട്ടില്ല. എങ്കിലും കുറേ നല്ല വേദികളിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. പ്രേക്ഷകരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും സംഗീതത്തിനെ മുറുകെ പിടിച്ച്, കാരണം നമുക്ക് എല്ലാം ഉണ്ടായിട്ടും സംഗീതത്തിനെ മുറുകെ പിടിക്കാതെ എത്രയോ പേരുണ്ട്. പക്ഷെ കൺമണിയുടെ ഒരു പ്ലസ് പോയിന്റ്, ഈ നമ്മളെ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് സംഗീതത്തിൽ മാത്രം ആണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എന്നുള്ളത് ആ അർപ്പണബോധം, അതാണ് കൺമണിയുടെ വിജയവും. അതുപോലെ ചിത്രരചന എങ്ങനെയായിരുന്നു? ചിത്രരചന ആരുടെ പഠിച്ചു? ഞാൻ നമ്മൾ സ്കൂളുകളിലൊക്കെ ടെക്സ്റ്റിൽ ബുക്കിലൊക്കെ വരയ്ക്കാനുണ്ടല്ലോ കൊച്ചുകുട്ടികൾക്ക്, കാക്കയും പൂച്ചയും അങ്ങനെയൊക്കെ വരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് വരയ്ക്കുമെന്ന് എന്നെ ആദ്യമായിട്ട് കാലിൽ പെൻസിൽ വെച്ച് തന്ന ടീച്ചർ പറഞ്ഞിങ്ങനെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. എന്ന് ടീച്ചറിന്റെ പേര് ലോലമ്മ ടീച്ചറാണ്. അന്ന് ടീച്ചറിന് അങ്ങനെ വരയ്ക്കാൻ അറിയുന്ന ആളൊന്നും അല്ല ടീച്ചർ. പിന്നെ ടീച്ചർ അങ്ങനെ ഞാൻ വരയ്ക്കുന്നത് കണ്ട് എങ്ങനെയും ആരുടെയെങ്കിലും എടുക്ക പഠിക്കാൻ വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് പറ്റിയില്ല. പിന്നീട് ഞാൻ വളർന്ന് കുറച്ച് വലുതായപ്പോൾ നമ്മുടെ രവിവർമ്മ കോളേജിലെ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ സാറാണ് എന്നെ ഡ്രോയിങ്ങിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചത്. സാറിൻ്റെ ഒക്കെ കുറേ നാൾ പഠിച്ചു. സാറിൻ്റെ ഒക്കെ കുറേ നാൾ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ ആ സമയത്താണ് കുറച്ച് നല്ല പെയിന്റിങ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് പറ്റി. പിന്നീട് ഞാൻ സ്വയം തന്നെ വരയ്ക്കാനും ക്ലാസ്സിന് പോകാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇപ്പൊ പിന്നെ ജോർജ് എന്ന് പറഞ്ഞ സാറിൻ്റെ ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ സാറിൻ്റെ ഒക്കെ കുറച്ച് മ്യൂറൽസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു സംഗീതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൺമണിക്ക് ഇഷ്ടമുള്ളൊരു കീർത്തനം ഏതാണ്? ഇഷ്ടമുള്ള കീർത്തനം നമുക്ക് സാറിന് അറിയാലോ, എന്തായാലും കുറേ രാഗങ്ങൾ നമുക്ക് കർണാടക സംഗീതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന രാഗത്ത് നമ്മൾ കുറച്ചൊന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കായിരിക്കും അടുത്തൊരു പുതിയ രാഗം പരിചയപ്പെടുന്നത്. അപ്പോൾ തോന്നുന്നു അതിനോടാ കുറച്ചുകൂടെ ഇഷ്ടം എന്ന്. അങ്ങനെ എന്നാലും എനിക്ക് ഒട്ടുമിക്ക രാഗങ്ങൾ ഇഷ്ടമാണ്. കാമ്പൂജി രാഗം കുറച്ചും കൂടെ ഇഷ്ടമുള്ള രാഗമായിട്ട് തോന്നിയിട്ടുണ്ട്. ശങ്കരാഭരണം ആ രാഗങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അതിലൊരു പല്ലവിയോ അനുപല്ലവിയോ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. രാമ ബ്രഹ്മേന്ദ്ര രാമ ബ്രഹ്മേന്ദ്ര രാമ ബ്രഹ്മേന്ദ്ര വശമാ ശ്രീരാമ രാമ ബ്രഹ്മേന്ദ്ര വശമാ ശ്രീരാമ രാമ ബ്രഹ്മേന്ദ്ര വശമാ ശ്രീരാമ രാമ ബ്രഹ്മേന്ദ്ര വശമാ ശ്രീരാമ രാമ ബ്രഹ്മേന്ദ്ര വളരെ നന്നായിരിക്കുന്നു, വളരെ സന്തോഷം. അതേപോലെ തന്നെ ഒരുപാട് കച്ചേരികൾ ചെയ്യുന്നുണ്ട്. ദേശം ഇതുവരേക്കും
എത്ര കച്ചേരി ചെയ്തിട്ടുണ്ട്, കൂടാതെ എത്ര വർഷം കൊണ്ട് നമ്മൾ ഈ സംഗീത ഫീൽഡുമായിട്ട് നിൽക്കുന്നു? ഞാൻ UKG പഠിച്ചു തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. 4 വർഷം 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. ഞാനൊരു UP ആയപ്പോഴത്തേക്ക് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു കച്ചേരി ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളല്ല. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞത് ബാക്കിലൊരു കച്ചേരി അത് അച്ഛനോ അമ്മയോ ഈ മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരല്ല. അപ്പം ഇങ്ങനെ കച്ചേരി ചെയ്യാം അല്ലെങ്കിൽ മുമ്പോട്ട് ഇങ്ങനെ പോകാം എന്നുള്ളൊരു ആഗ്രഹമോ അങ്ങനെയുള്ള സന്ദർഭമോ ആയിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ നിന്ന് പാടാം എന്ന് മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ. ഒരു കച്ചേരി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത കച്ചേരി അങ്ങനെയാണ് ഇതുവരെ എത്താൻ പറ്റിയത്. അപ്പോൾ ഏകദേശം ഒരു ഈ 15 വർഷമായിട്ട് കച്ചേരി ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. എന്നാലും നമ്മളിപ്പം കോളേജിൽ പഠിക്കുമ്പോഴാണ് അതിൽ കൂടുതലൂടെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കുറച്ചുകൂടെ പഠിക്കാനുള്ളൊരു ഇതും കിട്ടിയത്. അതിനുശേഷമാണ് നല്ല കുറച്ചുകൂടെ ഒരു കാര്യമായിട്ടൊരു കച്ചേരി ഫീൽഡിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. എത്ര വർഷം? 15 വർഷത്തോളമായി കാണും എന്തായാലും കച്ചേരി ഫീൽഡായിട്ട്. വളരെ നന്നായിട്ട് ഒരുപാട് കച്ചേരി ഞാനും ഒക്കെ വായിച്ചിട്ടുണ്ട്. അതെ സാർ. അതേപോലെ പല പക്കമേളത്തിന്റെ കൂടെയും പാടുന്നുണ്ട്. അതെ സാർ. അപ്പൊ അതൊരു അനുഭവം തന്നെ. അതെ അതെ. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു കച്ചേരിയില് നമുക്ക് പാടാൻ പറ്റുന്ന പാടിയപ്പോഴുള്ളൊരു അനുഭവം, അല്ലെങ്കിൽ തന്നെ പുതിയ പുതിയ പക്കമേളത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴുള്ളൊരു അനുഭവം, പിന്നെ അതല്ല നമുക്ക് കച്ചേരി ചെയ്തപ്പോൾ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ സഭ എങ്ങനെ അവരുമായിട്ടുള്ള അവരൊരു അനുഭവം, എന്തെങ്കിലും നല്ല അനുഭവം പറയാം, ഒരു വിഷമമായിട്ടുള്ള അനുഭവം പറയാം, തുറന്നു പറയാം, പ്രേക്ഷകർക്ക് കാണട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് എൻ്റെ ഒരു കഴിവുണ്ടായിട്ടോ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഏതോ ദൈവഭാഗ്യം കൊണ്ടൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. പല അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാംസ് നടക്കുമ്പോഴും 3, 4, 5, 6 വർഷം ഞാൻ ആ ഒരേ സ്റ്റേജിൽ പാടിയ അമ്പലങ്ങളുണ്ട്. ചവറ ഉള്ളൊരു ക്ഷേത്രമുണ്ട്, ഇവിടെ പൊങ്കാലയ്ക്കും എല്ലാ വർഷവും ഞാൻ തന്നെയാണ് അമ്പലത്തിൽ പാടുക. അപ്പൊ അതുപോലെ കുറെ ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ആനേടി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രിക്ക് എത്രയോ വർഷം ഞാൻ പാടിയിട്ടുണ്ട് അവിടെ. അപ്പൊ അന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നവരാത്രിക്കൊക്കെ ഇത്രയും പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നുള്ള സന്തോഷമായിരുന്നു. ഒരിക്കൽ ഞാൻ കല്യാണി ഏതാവുനറ പാടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യർ സാറായിരുന്നു എൻ്റെ കച്ചേരിക്ക് ശേഷം. സാറ് വന്നിട്ട് സാറിന് മീറ്റിങ്ങിൽ കിട്ടിയ പൊന്നാട വന്ന് എന്നെ ആദരിക്കുകയൊക്കെ ചെയ്തു ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ടൈമിലൊക്കെ ഇങ്ങനെ ഒരു ആദരവ് അത്രയും വലിയ മഹത് വ്യക്തിയുടെ കിട്ടുക എന്ന് വെച്ചാൽ വലിയ അനുഗ്രഹമായിട്ടൊക്കെ തോന്നി. അങ്ങനെ കുറെ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, നമുക്ക് ഈ ക്ലാസിക്കലിന്റെ കൂടെ നമുക്ക് ഈ അല്ലാതെ തന്നെ ഈ സിനിമയിൽ പാടാനുള്ള ആഗ്രഹം വല്ലതും ഉണ്ടോ? എനിക്ക് കൂടുതലും ഞാൻ ചെറുപ്പം തൊട്ടേ കർണാട്ടിക് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലോട്ടാണ് കൂടുതലും ഒരു കോൺസെൻട്രേഷൻ. ഫിലിം സോങ് ഞാൻ പാടിയതിന് ശരിയാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നമ്മൾ എന്തായാലും അത് കളയില്ല, ഉറപ്പാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ചെയ്യും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും എൻ്റെ ഒരു വോയിസിന്റെ ഒരു മോഡുലേഷനും വോയിസിന്റെ ഒരു കട്ടിയൊക്കെ വെച്ചിട്ട് ഒരു കർണാട്ടിക് പാടുന്ന ഒരാളുടെ വോയിസ് ആണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സിനിമയിലോട്ട് എത്രമാത്രം ചാൻസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും സാറ് പറഞ്ഞ പോലെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഒരിക്കലും വേണ്ടാന്ന് വെക്കില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം, ഒരു ഇഷ്ടപ്പെട്ട ഒരു ലളിതഗാനമോ ഒരു ഭക്തിഗാനമോ ഒരു സിനിമാ ഗാനമോ ഏതെങ്കിലും ഒന്ന് നമുക്കിപ്പം അവർക്ക് നോക്കാം. ഇങ്ങനെ ഒരു പറഞ്ഞതുകൊണ്ട് നമുക്കൊന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയെങ്കെ മറഞ്ഞു എന്റെ ഉള്ളുകുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. അതും വരുമല്ലോ. അല്ല, ഈ സിനിമാ ഗാനവും വരും. ആര് പറഞ്ഞു വരൂലെന്ന്? വളരെ അതിപ്പം ക്ലാസിക്കലും കാട്ടി വേറൊരു തലത്തിലേക്കാണ് പാടിയത്. വളരെ മനോഹരമായിരിക്കുന്നു. അല്ല, അത് പ്രേക്ഷകർ കാണട്ടെ, കേൾക്കട്ടെ. അതുകൊണ്ടാണ് ഞാനത് പാടാൻ പറഞ്ഞത്. കാരണം രണ്ടും വരും.
താങ്ക് യു. പിന്നെ നേരത്തെ പറഞ്ഞില്ല അടുത്ത ഫ്യൂച്ചറിനെ കുറിച്ച് പിന്നെ പറഞ്ഞു. അപ്പം ഈ കാണുന്ന പ്രേക്ഷകരിൽ ഒട്ടുമിക്കവരും അമ്പലക്കാരുണ്ട്, സഭക്കാരുണ്ട്. അവര് കൺമണിയുടെ പ്രോഗ്രാം കേൾക്കാത്തവരും ഉണ്ടാവാം. അവർക്ക് കൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. നമ്മുടെ കൺമണിക്ക് ഇനിയും പ്രോഗ്രാമുകൾ ഉണ്ടാവാൻ അവസരമുണ്ടാവട്ടെ. അവര് ആ അവസരം കൺമണിക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥനയും കൂടെ എനിക്കുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പം രാമായണം കർക്കിടകം തുടങ്ങി രാമായണം. ഇപ്പം രാമായണ മാസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അത് രാമായണത്തിൻ്റെ വരികളോ അതിൻ്റെ പാട്ടോ ശ്രീരാമനെ കുറിച്ചുള്ള ഇതോ അല്ലെങ്കിൽ രാമായണത്തിൻ്റെ വരികളോ എന്തെങ്കിലും ഒന്ന് പാടാമോ? അല്ലെങ്കിൽ കഥയായിരുന്നാലും ഒന്ന് രണ്ടു പറയാമോ? എന്താണ് കൺമണിക്ക് മനസ്സിൽ തോന്നുന്നത്? ഞാൻ രാമായണത്തിലെ ഫസ്റ്റ് നമ്മളെല്ലാരും പാടി തുടങ്ങുന്ന ശ്ലോകം ഞാൻ പാടാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഈ അടുത്ത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്ന തലമുറയ്ക്ക് പിന്നെ കൺമണിക്ക് എന്താണ് പറയാനുള്ളത്? അവർക്ക് അവരുടെ അടുത്തൊരു സന്ദേശം, അല്ലെങ്കിൽ ഇത്രയും ഈ കച്ചേരി എക്സ്പീരിയൻസ്, ഇത്രയും വർഷത്തെ ഈ സംഗീതമായിട്ടുള്ള ബന്ധം, അപ്പം അതുകൊണ്ട് പുതിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്താണ് കൺമണിക്ക് പറയാനുള്ളത്? ഞാൻ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പം കോളേജിൽ തന്നെ ഒരു 40-45 സ്റ്റുഡൻസോളം ഒരു ബാച്ചിൽ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു 1-2 കുട്ടികളായിരിക്കും ഭാവിയിൽ ഒരു മെയിനായിട്ട് ഒരു കർണാടക സംഗീതജ്ഞ അല്ലെങ്കിൽ സംഗീതജ്ഞൻ എന്നുള്ള നിലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ഇപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനോടൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ലോകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ചെയ്യുക, റിസൾട്ട് ഭഗവാൻ തരും. അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഓഡിയോ പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ന് അവരൊക്കെയാണ് ഇന്ന് ഇപ്പം നമ്മൾക്ക് ആരാധിക്കുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ഇത്രയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സമയത്ത് നമ്മൾ താമസിക്കുമ്പോൾ എത്രയായാലും നമ്മൾ കുറെ കേൾക്കുക, കുറെ പാടുക, കുറെ പഠിക്കുക, നമ്മൾ ഗുരുക്കന്മാരെ ബഹുമാനിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് മുമ്പോട്ടൊരു നല്ലൊരു ലൈഫ് ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവണം. അതെന്ന് പറഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നാൽ എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പൊ എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കുക. അതേപോലെ ഈ കൺമണിക്ക് എല്ലായിടത്തും കൊണ്ടുപോകുന്നത് അമ്മയും അച്ഛനും ആരാണ്? അമ്മയാണ് കൂടുതലും കൊണ്ടുവന്നത്. അച്ഛൻ പുറത്തായിരുന്നു. ഇപ്പൊ ഒരു 2 വർഷമായിട്ടാണ് അച്ഛൻ ഇപ്പൊ നാട്ടിലുണ്ടായത്. എങ്കിലും അമ്മയ്ക്കാണ് കുറച്ചും കൂടെ ഈ ഫീൽഡിൽ, അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മ്യൂസിക് പഠിക്കണം. പറ്റാത്തത് അതുകൊണ്ടാണ് അമ്മ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയെ കച്ചേരി കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനും അമ്മയാണ് കൂടുതലും കച്ചേരി കേൾക്കാനും എനിക്ക് കച്ചേരി കൊണ്ടുപോകുന്നതും ഒക്കെ അമ്മയാണ്. അച്ഛൻ നല്ല സപ്പോർട്ടാണ് വീട്ടില്, എല്ലാ കാര്യത്തിനും അച്ഛൻ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണല്ലോ അമ്മയ്ക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അവരും നല്ല സപ്പോർട്ടുണ്ട്. നമ്മുടെ സർക്കാരിലെ മാത്രമല്ല കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലെ അങ്ങനെ ഏതെങ്കിലും പ്രോഗ്രാം വിളിച്ചു തന്നിട്ടുണ്ടോ? അതിന്റെ ഒരു ഇതുകൂടെ പറയാം, അനുഭവം കൂടെ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമ്മുടെ മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് സാർ ഇരിക്കുന്ന സമയത്ത് അവർക്കൊക്കെ പ്രോഗ്രാം കാണണമെങ്കിൽ അവരുടെ വസതിയിൽ വെച്ചിട്ടാണല്ലോ. അപ്പൊ അന്ന് ഓരോ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി പോകണം എന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെയായിരുന്നു കേരളത്തിൽ നിന്ന് കർണാടക സംഗീതത്തിന് സെലക്ട് ചെയ്തത്. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ രാഷ്ട്രപതി ഭവനിൽ പോയിട്ട് കുറച്ചൊരു എന്താ പറയാ പ്രാക്ടീസ് ഒക്കെ നടത്തിയിട്ട് അവര് പറയുന്ന ഞാൻ പക്കാല നിലപടിയായിരുന്നു ഒന്ന് പാടിയത്. അന്ന് ഒരു 2 minutes 3 minutes ടൈമേ ഉണ്ടാവും. അപ്പൊ അത്രയും ടൈം നമുക്ക് പാടാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അദ്ദേഹം ഫ്രണ്ടിൽ വന്ന് നിന്ന് നമുക്ക് പാടാം. അപ്പോൾ ഒരു തവണ പാടി, അപ്പോൾ അദ്ദേഹം നല്ല ഇഷ്ടപ്പെട്ടു.
ഞാൻ അദ്ദേഹത്തിന് വരച്ചൊരു പെയിന്റിംഗ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റി. അതിനുശേഷം ഈ സെയിം പ്രോഗ്രാം നമുക്ക് ഒന്നും കൂടെ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സെയിം പ്രോഗ്രാം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അതേ വെന്യൂവിൽ വെച്ച് തന്നെ രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് തന്നെ നടത്തി. അതേ പ്രാക്ടീസും ഒക്കെ നടത്തിയിട്ട് സെയിം പ്രോഗ്രാം ഒന്നും കൂടെ നടത്തി. അന്ന് എല്ലാ കേന്ദ്രമന്ത്രിമാരും എല്ലാ മന്ത്രിമാരും ഉൾപ്പെടെ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ വൈഫ്, നരേന്ദ്രമോദിജി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ഒന്നും കൂടെ ഒരു കൃതി പാടാനായിട്ട് പറ്റി. പിന്നെ ഇതിന്റെ ഒരു ആഘോഷപരമായിട്ട് പിന്നീട് ഒരു ഡിന്നർ ഇവരുടെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് രാംനാഥ് കോവിന്ദ് സാർ ഭക്ഷണമൊക്കെ വാരി തന്നു. അങ്ങനെ ഒരു ചെറിയ ഡിന്നർ നൈറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചു. അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല അതിന് ഭക്ഷണം വരെ വാരിത്തന്നു എന്ന് പറയുമ്പോൾ അത് വല്ലവർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് കൺമണിക്ക് കിട്ടിയത്. അത് ഈശ്വരാനുഗ്രഹം തന്നെ, ഗുരുകടാക്ഷമാണ്. വളരെ സന്തോഷം. ജഗ ജഗ പത്മനാഭ ജഗ ജഗ പത്മനാഭ മുരാരേ 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 ജഗ ജഗ ദേശ രമാകാന്ത ജഗ ജഗ പത്മനാഭ മുരാരേ ജഗ ജഗ ദേശ രമാകാന്ത ജഗ ജഗ പത്മനാഭ നയന വിനിന്ദിത നളിന നയന വിനിന്ദിത നളിന രുചിരദ നയന വിനിന്ദിത നളിന രുചിരദ നയന വിനിന്ദിത നളിന രുചിരദ നദന ശുഭകര നാരദ സേവിത നദന ശുഭകര നാരദ സേവിത നദന ശുഭകര നാരദ സേവിത ജഗ ജഗ പത്മനാഭ മുരാരേ ജഗ ജഗ ദേശ രമാകാന്ത ജഗ ജഗ പത്മനാഭ പരമഭക്ത ദിവാകര പരമഭക്ത ദിവാകര കാമപൂരണ പരമഭക്ത ദിവാകര കാമപൂരണ പരമഭക്ത ദിവാകര കാമപൂരണ പരിലസ മമ ഹൃദയ പൂർണ്ണചന്ദ്രനന പരമഭക്ത ദിവാകര കാമപൂരണ പരിലസ മമ ഹൃദയ പൂർണ്ണചന്ദ്രനന വരവഞ്ചി മാർത്താണ്ഡ വർമാകൃത ലക്ഷദീപ വരവഞ്ചി മാർത്താണ്ഡ വർമാകൃത ലക്ഷദീപ വരവഞ്ചി മാർത്താണ്ഡ വർമാകൃത ലക്ഷദീപ വരവഞ്ചി മാർത്താണ്ഡ വർമാകൃത ലക്ഷദീപ ഭൂരി മനോത്തമ പ്രമുദിത കൃപവസ ഭൂരി മനോത്തമ പ്രമുദിത കൃപവസ ഭൂരി മനോത്തമ പ്രമുദിത കൃപവസ ഭൂരി മനോത്തമ പ്രമുദിത
മുദിത കൃപവസ ജയ ജയ പത്മനാഭ മുരാരേ ജയ ജഗദീശ രമകദ ജയ ജയ പത്മനാഭ. അപ്പം നമ്മുടെ നല്ല നല്ല പ്രോഗ്രാമായിട്ട് നല്ല നല്ല പ്രതിഭകളെ പരിചയപ്പെടുത്താം. കാലുകൊണ്ട് ചിത്രരചനയൊക്കെ വരയ്ക്കും. അപ്പം എന്തൊക്കെ അസൗകര്യം ഉണ്ടായിരുന്നിട്ടും ഈശ്വരൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുകയില്ല, ചിലവർക്കെല്ലാം കൊടുക്കും. എന്നാലും കൊടുത്തില്ലെങ്കിൽ പോലും ആ പോരായ്മകളെല്ലാം മാറ്റിവെച്ച് എൻ്റെ വഴി ഇതാണെന്ന് തിരഞ്ഞെടുത്ത് ആ പാതയിലൂടെയാണ് കൺമണി പോകുന്നത്. ആ പ്രതിഭയ്ക്ക് നമ്മുടെയൊക്കെ ആദരവ് ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, നമ്മുടെ പ്രോത്സാഹനം ഉണ്ടാവണം എന്ന് നിങ്ങളുടെ സ്വന്തം ചാനലിന് വേണ്ടി നെയ്യാറ്റിൻകര കൃഷ്ണൻ, മുഖർശംഖ് വാദന കലാകാരൻ. നമസ്തേ.